ഹലോ നമസ്കാരം എല്ലാവർക്കും Attendant മലയാളത്തിലേക്ക് സ്വാഗതം. സോ അട്ട എന്നും നിങ്ങളുടെ കൂടെയുണ്ട് അല്ലേ? അപ്പോൾ എല്ലാ ക്ലാസ്സുകളും തുടങ്ങുമ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. സോ നമ്മൾ ഇവിടെ വരുന്ന എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുക, പോസിറ്റീവായിട്ട് ലൈഫിനെ കാണുക, കഴിഞ്ഞു പോയ പരാജയങ്ങളിൽ നല്ല പാഠം ഉൾക്കൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് ചെയ്യേണ്ടത്. ദുഃഖങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. എപ്പോഴും ദുഃഖം മാത്രമല്ല സന്തോഷം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുക. സോ നന്നായി അധ്വാനിക്കുക, നന്നായി സ്വപ്നം കാണുക, ഒരിക്കലും വിട്ട് നൽകാതിരിക്കുക, തോൽവി സമ്മതിക്കാതിരിക്കുക. സോ വർക്ക് ഹാർഡ്, ഡ്രീം ബിഗ് ആൻഡ് നെവർ ഗിവ് അപ്പ്. ഇതായിരിക്കണം നിങ്ങളുടെ മോട്ടോ എന്ന് പറയുന്നത്. മനുഷ്യരാണ്, വീഴ്ചകളുണ്ടാവാം, സങ്കടങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, പിൻവാങ്ങലുകളുണ്ടാവും. പക്ഷേ അത് എന്നത്തേക്കും ഒരേപോലെ ആണെന്ന് വിശ്വസിക്കുന്നത് നല്ല കാലം മുമ്പോട്ടുണ്ടാവും. സോ അധ്വാനിക്കുക, സ്വപ്നം കാണുക, അതിനുവേണ്ടി വിട്ടുകൊടുക്കാണ്ട് മുറുകെ പിടിച്ചു സ്വപ്നത്തിൽ നിൽക്കാൻ ശ്രമിക്കുക. സോ അഖിൽ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആപ്പിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് വ്യത്യസ്തമായ മത്സര പരീക്ഷയ്ക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, കറണ്ട് അഫയേഴ്സ് ഡെയിലി, ജോബ് അലേർട്സ്, നോട്ടിഫിക്കേഷൻസ് ലഭിക്കും, ഡെയിലി ക്വിസസ് ലഭിക്കും. അതും സബ്ജക്ട് വൈസ് ക്വിസസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഡെയിലി നിങ്ങളുടെ സ്റ്റഡി ഇംപ്രൂവ് ചെയ്യാം. മാഗസീൻസിന്റെ ജിസ്റ്റുകൾ ലഭിക്കും, ഷോർട്ട് ഫോംസ്, പിന്നെ പവർ ക്യാപ്സുകൾ, GA മെറ്റീരിയൽസ്, സബ്ജക്റ്റിന്റെ പവർ ക്യാപ്സുകൾ, പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രം എക്സാം സ്പെസിഫിക് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നോട്ട്സ് ആൻഡ് ആർട്ടിക്കിൾസ് ആൻഡ് ബ്ലോഗ്സ് കാണാം, പിന്നെ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ മറക്കണ്ട Attendant ആപ്പ്. ഇനി നിങ്ങൾ നമ്മുടെ ചാനലിനെ കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ എന്താണ് UPSC, SSC, PSC, RRB, IBPS, ബാങ്ക്, PO, പിന്നെ എന്താണ് നമുക്കുള്ളത് കേറ്ററ്റ്, ദേവസ്വം, എക്സെട്ര എക്സെട്ര എക്സെട്ര. FCI ഇപ്പോൾ വന്നു, ISRO വരുന്നുണ്ട്, DRDO വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ എക്സാമുകൾക്കും, കേന്ദ്ര സംസ്ഥാന തലത്തിലുള്ള എല്ലാ എക്സാമുകൾക്കും വേണ്ടി കോച്ചിങ് നൽകുന്നുണ്ട്. ഇവിടെ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ സക്സസ് സ്റ്റോറീസ് ഉണ്ട്, എക്സാം സ്ട്രാറ്റജി പ്രിപ്പറേഷൻസ് ഉണ്ട്, നോട്ടിഫിക്കേഷൻസ് കിട്ടും, എല്ലാം കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കാവുന്നതാണ്. ഓക്കെ. സോ നമ്മുടെ ക്ലാസ്സുകളുടെ ടൈമിംഗ് അറിയാനും നമ്മുടെ വീഡിയോസ് കഴിഞ്ഞിട്ട് PDF ഒക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് KPSC ഷോർട്ട് എന്ന് പറയുന്ന ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ Attendant കേരള സെൻട്രൽ എക്സാമിനേഷൻസ് 2 ചാനലുണ്ട്. ഒന്ന് കേരള PSC റിലേറ്റഡും ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ റിലേറ്റഡും ആണ്. രണ്ടിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനാണ്. ലിങ്ക് നൽകിയിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ്, ഇപ്പോൾ എല്ലാ കോഴ്സിനും 17% ഓഫർ ഉണ്ട്. ഈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, ടെസ്റ്റ് സീരീസ്, ബുക്ക് അല്ലെങ്കിൽ റാങ്ക് ഫയൽ എന്ന് പറയാം, ബുക്സ് എക്സെട്ര. ഇതിനെല്ലാം എന്താണ് നമുക്ക് 17% ഓഫർ ഉണ്ട്. എൻ്റെ കോഡ് Y329 ആണ്. ജസ്റ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ അല്ലേ. അടുത്തത് നമ്മുടെ ഇപ്പോൾ 2 ഇമ്പോർട്ടൻറ്റ് കോഴ്സുകൾ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. രണ്ടിനും നമ്മൾ 17% എന്താണ് ഓഫർ നൽകുന്നുണ്ട്. കോഡ് Y329 ആണ്, മറക്കണ്ട. കോഴ്സ് 2000 രൂപയ്ക്ക് ഹൈക്കോർട്ട് ട്രാൻസ്ലേറ്റർ ബാച്ച് 2 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ പോസ്റ്റ് 2000 രൂപയ്ക്കാണ് ഇപ്പോൾ ഉള്ളത്. കോംപ്രഹെൻസീവ് ആണ്. കോംപ്രഹെൻസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ SSC എഴുതാൻ പോയാലും PSC എഴുതാൻ പോയാലും സെൻട്രൽ ഗവൺമെന്റ് എല്ലാം പോയാലും മോട്ടോർ വെഹിക്കിൾ ആക്ടുകൾ ഒന്നാണല്ലോ. ഇന്ത്യൻ യൂണിയൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഒന്നാണ്. അപ്പോൾ അതെല്ലാം കൂടിയിട്ടുള്ള ഒരു ഡ്രൈവർ കോംപ്രഹെൻസീവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ധൈര്യമായിട്ട് അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. രണ്ടിനും 2000 രൂപയാണ് വരുന്നത്. 17% ഓഫർ ഉണ്ട്. കോഡ് Y329 ആണ്, മറക്കണ്ട. ഇനി അടുത്തത്, ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോകണം? ലെറ്റ്സ് കം ടു ദ പോയിന്റ് അല്ലേ. കമോൺ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ 2022 നോട്ടിഫിക്കേഷൻ വന്നിട്ട് 3 ദിവസത്തോളമായി അല്ലെ. കഴിഞ്ഞ സൺഡേ ആണ് വന്നത്. പുതിയൊരു പാറ്റേൺ ആണുള്ളത് അല്ലേ. ടയർ 3 ടയർ 4 എന്ന് പറഞ്ഞൊരു പ്രോസസ് ഇനി ഇല്ല. അപ്പോൾ ഡീറ്റെയിൽ സിലബസ് നോക്കാം. ടയർ 1 ടയർ 2 20,000 ഒഴിവുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകളാണ്. ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഏറ്റവും കൂടുതൽ ഒഴിവുള്ള ഒരു വർഷമാണിത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് ഒന്ന് ശ്രമിക്കുവാണെങ്കിൽ നമുക്കിതൊരു മികച്ച അവസരമാക്കി മാറ്റാം. അപ്പോൾ പുതിയ പാറ്റേൺ അനുസരിച്ച് ടയർ 3ഉം 4ഉം ഇല്ല. ടയർ 2 GSഉം കമ്പ്യൂട്ടർ അവയർനെസ്സും കൂടുതൽ വന്നു എന്നുള്ളതാണ് ഒരു വ്യത്യാസമുള്ളത്. അതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ, അതിന്റെ ഡീറ്റെയിൽ ആയ സിലബസ് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ജനറൽ സെക്ഷനാണ്. നിങ്ങൾ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അത് ക്ലാരിഫൈ ചെയ്ത് തരും. നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ CGLന്റെ ടയർ 1 എക്സാമിനേഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം നമുക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒരു 70 ദിവസങ്ങളിൽ 75 ഡേയ്സിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. 75 ഡേയ്സിനുള്ളിൽ 2022 ഡിസംബറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ്. ഒരു 75 ഡേയ്സിന്റെ സ്ട്രാറ്റജി നമുക്കുള്ളൂ. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. എക്സാം ഓൺലൈനിൽ തന്നെയാണ്. ഓഫ്ലൈൻ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ പ്രക്രിയ ഇപ്പോൾ SSC എക്സാമുകൾക്കില്ല. പിന്നെ എലിജിബിലിറ്റി എന്താണ്? എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ.
ഓക്കെ. സോ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. CGL കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവലാണ്. ഇവിടെ എല്ലാ പോസ്റ്റുകൾക്കും ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാ പോസ്റ്റുകളുടെയും ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഇനി എക്സാമിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ടയർ 1ഉം ടയർ 2 മാത്രമാണുള്ളത്. അതിൽ ടയർ 1ൽ 1 hour ആണ് ബേസിക്കലി എല്ലാവർക്കും. ഇനി സ്ക്രൈബ് വെച്ചുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ടൈം ഉള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ 1 hour ആണുള്ളത്, 60 minutes. ഓക്കെ, 60 minutes ആണുള്ളത്, 1 hour. ഇനി പേപ്പർ 1, 2, 3 വരുന്ന ടയർ 2 ഉണ്ട്. ടയർ 2 എക്സാമിനേഷൻ നമ്മൾ പറയുന്നത് നോക്കുകയാണെങ്കിൽ പേപ്പർ 1ന് 2 മണിക്കൂർ 30 മിനിറ്റ് ടൈം ഉണ്ട്. പേപ്പർ 2ന് 120 minutes, 1.5 മണിക്കൂർ, 2 മണിക്കൂർ. അതുപോലെ തന്നെ പേപ്പർ 3ക്ക് 120 minutes, 2 മണിക്കൂർ. ഇങ്ങനെയാണ് ടൈം വരുന്നത് കേട്ടോ, എക്സാം ഡ്യൂറേഷൻ വരുന്നത്. ഇനി സെക്ഷൻ ടയർ 1ൽ 4 സെക്ഷൻസ് ഉണ്ട്, 4 ഡിവിഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഇംഗ്ലീഷ്, ക്വാണ്ട്, റീസണിങ്, GS എന്ന് പറയുന്ന പോലെ 4 സെക്ഷൻസ് ഉണ്ട്. ഇനി ടയർ 2ലാണെങ്കിൽ 4 പേപ്പേഴ്സ് ഉണ്ട്, 4 പേപ്പേഴ്സ്. അപ്പം 2ലും 4 വീതം പേപ്പേഴ്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് ഈ CGLന്റെ സിലബസ് നമുക്ക് കൃത്യമായിട്ട് ഇൻ ഡെപ്ത് ആയിട്ട് നോക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ടല്ലേ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് അതിന് ശേഷമാണ് മനസ്സിലാക്കാൻ സാധിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇതിന്റെ സിലബസ് ഒന്ന് നോക്കാം, കൃത്യമായിട്ട് സിലബസ് ഒന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ ഒന്ന് നോക്കാം. അപ്പോൾ ലൈവിലുള്ളവർക്കൊന്ന് ഹായ് തന്നെ. നിങ്ങൾ എന്തൊന്ന് മിണ്ടാണ്ടിരിക്കുന്നത്? നിങ്ങളൊന്ന് എനർജറ്റിക് ആയല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുള്ളൂ. എല്ലാവരും ഒരു ഹായ് ഒക്കെ പറയാട്ടോ ഇടയ്ക്ക്. ഓക്കെ, പിന്നെന്താണ് സിലബസ് 2022 ടയർ 1ന്റെ സിലബസ് നമുക്ക് ചെക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്, CBT എക്സാമിനേഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന CBT എക്സാമിനേഷൻ ആണ്. 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ടയർ 1 എക്സാമിനേഷന് വേണ്ടിയിട്ട് കേട്ടോ. 100 മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ടയർ 1ന് വേണ്ടിയിട്ട്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ 4 സെക്ഷൻസ് ആണ് ടയർ 1ലുള്ളത്, 4 സെക്ഷൻസ്. പിന്നെ 100 ചോദ്യങ്ങൾ 200 മാർക്കിനാണുള്ളത്. ഇതാണ് നമ്മൾ ടയർ 1ന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് കേട്ടോ. ടയർ 1ന്റെ സിലബസ് ഇതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ ടയർ 1ന്റെ സിലബസ് എന്താണെന്നുള്ളത്. ഇനി ഇൻഡെപ്ത് ആയിട്ട് നമുക്കൊന്ന് നോക്കിക്കളയാം കേട്ടോ, ഇൻഡെപ്ത് ആയിട്ട് നോക്കിക്കളയാം എന്താണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് പോർഷൻ വരുന്നത് ജനറൽ ഇന്റലിജൻസ് ആണ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ജനറൽ ഇന്റലിജൻസും റീസണിംഗ് അത് എന്തൊക്കെ വരുന്നുണ്ട്? വെർബൽ ആൻഡ് നോൺ വെർബൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും, വെർബൽ ആൻഡ് നോൺ വെർബൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അനലോഗീസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, സ്പേസ് വിഷ്വലൈസേഷൻ, സ്പേഷ്യൽ ഓറിയന്റേഷൻ, പ്രോബ്ലം സോൾവിംഗ്, അനാലിസിസ്, ജഡ്ജ്മെന്റ്, decision making, visual memory, discrimination, observation, relationship concepts, arithmetical reasoning, figural classification, arithmetic number series, non-verbal series, coding and decoding, statement conclusion, syllogistic reasoning. ഇതെല്ലാം വരും. ഇത് വരുന്നത് എവിടെയാണ്? ഫസ്റ്റ് പേപ്പറിന്റെ ഫസ്റ്റ് ഏരിയ ആയിട്ടില്ല, സെക്ഷൻ ആയിട്ടില്ല, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിലാണ്. നിങ്ങൾ ഇവിടെ റീസണിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, റീസണിംഗ്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ ടോപ്പിക്സ് ഉണ്ട്, നോക്കാം. സെമാറ്റിക് അനലോഗി, സിംബോളിക് ഓർ ന്യൂമറൽ നമ്പർ അനലോഗി, ഫിഗറൽ അനലോഗി, സെമാറ്റിക് ക്ലാസിഫിക്കേഷൻ, സിംബോളിക് ഓർ നമ്പർ ക്ലാസിഫിക്കേഷൻ, ഫിഗറൽ ക്ലാസിഫിക്കേഷൻ, സെമാറ്റിക് സീരീസ്, നമ്പർ സീരീസ്, ഫിഗറൽ സീരീസ്, പ്രോബ്ലം സോൾവിംഗ്, വേർഡ് ബിൽഡിംഗ്, കോഡ് ആൻഡ് ഡീകോഡിംഗ്, ന്യൂമറൽ ഓപ്പറേഷൻസ്, സിംബോളിക് ഓപ്പറേഷൻസ്, ട്രെൻഡ്സ്, സ്പേസ് ഓറിയന്റേഷൻ, സ്പേസ് വിഷ്വലൈസേഷൻ, വെൻ ഡയഗ്രാം, ഡ്രോയിങ് ഇൻഫറൻസസ്, അങ്ങനെ തുടങ്ങി ക്രിട്ടിക്കൽ തിങ്കിങ്, എംബഡഡ് ഫിഗേഴ്സ്, ഇമോഷണൽ ഇന്റലിജൻസ്, സോഷ്യൽ ഇന്റലിജൻസ്, അതർ സബ് ടോപ്പിക് എല്ലാം കൂടെ വരുന്നുണ്ട്. സബ് ടോപ്പിക് എല്ലാം അടക്കമാണ് നമ്മുടെ റീസണിങ്ങും ജനറൽ ഇന്റലിജൻസും വരുന്നത്. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്സ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് മാത്സ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇതിൻ്റെ അകത്ത് എന്താണ് വരുന്നത്? Quantitative aptitude, computation of whole numbers, decimals, fraction and relationship between numbers, profit and loss, time and distance, time and work, percentage, ratio and proportion, discount, partnership businesses, mixture and allegation, square roots.
ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ആദ്യം വരുന്ന കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് സ്ക്വയർ റൂട്ട്സ്, averages, graphs and linear equations, triangles and its various kind of centers, congruence and similarity of triangles, interest, basic algebraic identities of school algebra and elementary surds, circle and its chords, triangle, quadrilaterals, tangents. Okay. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ക്വാണ്ടിൻ്റെ അകത്ത് വരുന്നത്, ക്വാണ്ട്. ഓക്കെ, ഇനിയും തീർന്നിട്ടില്ല, അടുത്ത ക്വാണ്ട് നോക്കാൻ എന്തൊക്കെയാണെന്ന്. Angles subtended by chords of a circle, common tangents to two or more circles, regular polygons, circle, right prism, right circular cone, right circular cylinder, sphere, heights and distances, hemispheres. വീണ്ടും rectangular parallel epid, rectangular right pyramid with triangular square or base, histogram, frequency polygon, bar diagram, pie chart, trigonometric ratio, degree and radian സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസ്, കോംപ്ലിമെന്ററി ആംഗിൾസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്താണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ക്വാണ്ട് നിങ്ങൾ കണ്ണു തള്ളൊന്നും വേണ്ട, ഇതൊരു ഭാഗം മാത്രമാണ്. 25 ക്വസ്റ്റ്യൻസ് ഉള്ളൂ, നമുക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അതാ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ അഖിലിൻ്റെ കണ്ടു തള്ളി അല്ലേ. അശ്വതി ഹലോ, ആദിബോക്സ് ഹലോ. ഓക്കെ, അടുത്തത് ഇനി ഇംഗ്ലീഷിലേക്ക് വരാം. ഇതിലെന്താ, ഇതിൽ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് കറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബേസിക് കോംപ്രഹെൻഷനോ റൈറ്റിംഗ് എബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് കാറ്റഗറി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഫ്രേസസ് ആൻഡ് ഇഡിയംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സെന്റൻസ് കറക്ഷൻ, എറർ സ്പോട്ടിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, സ്പെല്ലിംഗ് കറക്ഷൻ, റീഡിംഗ് കോംപ്രഹെൻഷൻ, സിനോണിംസ് ആൻഡ് ആന്റണിംസ്, ആക്റ്റീവ് പാസീവ്, സെന്റൻസ് റീഅറേഞ്ച്മെന്റ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ക്ലോസ് ടെസ്റ്റ് എക്സെട്ര. ഇത്രയാണ് നമുക്ക് ഇംഗ്ലീഷിൽ വരുന്നത്. ബേസിക്കലി കോംപ്രിഹെൻഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, കോംപ്രിഹെൻഷൻ കേട്ടോ. നെക്സ്റ്റ് ജനറൽ അവയർനെസ്, GK. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാം അല്ലേ. ഇതിൽ GK ആൻഡ് GS, ജനറൽ സയൻസും ജനറൽ അവയർനെസ്സും ജനറൽ നോളജ് എല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ GK എന്ന് പറയുന്നത് കേട്ടോ. 25 മാർക്ക്. എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റി അതിനെക്കുറിച്ചുണ്ടാവും. പിന്നെ എന്താണ്, ഇന്ത്യയെക്കുറിച്ചുണ്ടാവും, ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ്, സോഷ്യോ പൊളിറ്റിക്കൽ, ജിയോ പൊളിറ്റിക്കൽ, ഇന്റർനാഷണൽ റിലേഷൻസ്, സ്പെഷ്യൽ അബൌട്ട് ഹിസ്റ്ററി, കൾച്ചർ, ജോഗ്രഫി, ഇക്കണോമിക് സയൻസ്, ജനറൽ പോളിസി ആൻഡ് സയന്റിഫിക് റിസർച്ച്. പിന്നെ എന്താണ്, സയൻസ്, കറണ്ട് അഫയേഴ്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, സ്പോർട്സ്, ഇമ്പോർട്ടൻറ്റ് സ്കീംസ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, പോർട്ട്ഫോളിയോസ്, പീപ്പിൾ ഇൻ ന്യൂസ് എക്സെട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കുള്ളത്. അപ്പോൾ എന്താണ്, ജനറൽ നോളജും ജനറൽ സയൻസും കൂടി ചേർന്നതാണ് നമ്മൾ GA എന്ന് പറയുന്നത്. Environment and society, international relations, nearby countries, political news, history, geography, culture, economic science, general policy and scientific research, science, current affairs, books and authors, sports, important schemes, important days, portfolios, people in news. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. മുഖ്യമന്ത്രിമാർ, പുതിയ പ്രധാനമന്ത്രി, പുതിയ ഉപപ്രധാനമന്ത്രി, പുതിയ എന്താണ് മന്ത്രിമാർ, ഷഫിൾ ചെയ്യുന്നതെല്ലാം, ഗവർണേഴ്സ്, അതൊക്കെ ചോദിക്കാം കേട്ടോ. ഇനി നമുക്ക് ടയർ 2ന്റെ സിലബസ് നോക്കിയാൽ എല്ലാവർക്കും സംശയമുള്ളതാണ് ടയർ 2ന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു മാറ്റമുണ്ട്. ഇത്തവണ പോലെ എന്താണ്, 2 സ്റ്റേജസ് ഉള്ളൂ നമ്മുടെ CGL എന്ന് പറഞ്ഞാൽ, ടയർ 1 ആൻഡ് ടയർ 2. പണ്ടത്തെ പോലെ ടയർ 3 ടയർ 4 ഇല്ല. ഓക്കെ, പണ്ട് നമുക്കുണ്ടായിരുന്ന പോലെ ടയർ 3 ടയർ 4 ഇല്ല. അപ്പോൾ അത് ഓർത്തണം, ടിയർ 3 ടിയർ 4 ഇല്ല, എടുത്ത് കളഞ്ഞു. ഫുള്ളി ടയർ 1 ആൻഡ് ടയർ 2 ഈ 2 മാത്രമേ ഉള്ളൂ കേട്ടോ, ഒന്ന് ഓർത്തണം. അടുത്തത് ഇതിന്റെ സിലബസ് എന്താണ്, പേപ്പർ 1 കമ്പൽസറി ആണ് എല്ലാ പോസ്റ്റുകൾക്കും. ഡിഗ്രി ഉണ്ടെങ്കിൽ എല്ലാ പോസ്റ്റും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാനും പറ്റത്തുള്ളൂ. എല്ലാ പോസ്റ്റും പേപ്പർ 1 വേണം, കമ്പൽസറി ആണ്. പേപ്പർ 2 വരുന്നത് ആർക്കാണ്, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, JSO പോസ്റ്റ്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനിലാണ്. പിന്നെ പേപ്പർ 3 പറയുന്നുണ്ട്. പേപ്പർ 3 വരുന്ന ആർക്കാണ്, candidates who wish to apply for the post of assistant auditor officer and assistant account officer. ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് എന്താണ് പേപ്പർ 3 ഉള്ളത്. ഇതെല്ലാം ഒബ്ജക്റ്റീവ് ആയിരിക്കും, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, എക്സെപ്റ്റ് ഫോർ ദ മൊഡ്യൂൾ 2 ഓഫ് സെക്ഷൻ 3 പേപ്പർ ഓഫ് 1. അപ്പോൾ എന്താണ്, മൊഡ്യൂൾ 2 വരുന്ന സെക്ഷൻ 3 പേപ്പർ 1 ഭാഗം മാത്രം എന്താണ് MCQs ആയിരിക്കില്ല കേട്ടോ, അത്രയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സിലബസ് നോക്കിയാലോ, മാത്തമാറ്റിക്സ് ആൻഡ് എബിലിറ്റീസ്, അതായത് മൊഡ്യൂൾ 1 ഓഫ് എന്താണ് ടയർ 2 പറയുന്നത്. ടയർ 2 മൊഡ്യൂൾ 1 സെക്ഷൻ 1, അതായത് പേപ്പർ 1 മൊഡ്യൂൾ 1 സെക്ഷൻ 1 നമുക്ക് നോക്കാം. മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് എന്തൊക്കെയാണ് ചോദിക്കുക, നമ്പർ സിസ്റ്റംസ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഓൾ നമ്പേഴ്സ്, ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ്, ഇതൊക്കെയാണ് മേജർ ആയിട്ട് ചോദിക്കുന്നത്. സെക്കൻഡ്,
ഇനി ഫണ്ടമെന്റൽ അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, സ്ക്വയർ റൂട്ട്സ്, ആവറേജ്, ഇൻട്രസ്റ്റ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്, പ്രോഫിറ്റ് ലോസ്, ഡിസ്കൗണ്ട്, പാർട്ണർഷിപ്പ് ബിസിനസ്, മിക്സർ ആൻഡ് അലിഗേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അടുത്ത് ഓൾജിബ്ര. ഓൾജിബ്ര എന്താണ്? ബേസിക് ഓൾജിബ്ര കണ്ടീഷൻസ് ഓഫ് സ്കൂൾ ഓഫ് ഓൾജിബ്ര ആൻഡ് എലിമെന്ററി സെർച്ച്. സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് കണ്ട് ഞെട്ടണ്ട. ഗ്രാഫ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ജിയോമെട്രിയിൽ എന്താണ്? ഫെമിലാരിറ്റി വിത്ത് എലമെന്റിക് ജോമെട്രിക് ഫിഗേഴ്സ്, ഫാക്ട്സ്, ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് വേരിയസ് സെന്റേഴ്സ്, conjurance and similarity of triangles, circles and chords, subtended by chords of circle, common tangents two or more circles. ഇതൊക്കെയാണ്. യെസ് അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ, അതിലേക്ക് വരുന്നുണ്ട്. അടുത്തത് മൊഡ്യൂൾ 1 ഓഫ് സെഷൻ 1 എന്താണ്? പേപ്പർ 1 മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്. മെൻസുറേഷൻ, ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽസ്, റെഗുലർ പോളിഗൺ, സർക്കിൾ, റൈറ്റ് പ്രിസം, right circular cone, right circular cylinder, sphere, hemisphere, rectangular, parallelepiped, regular right pyramid with triangle and square base. പിന്നെ എന്താണ്? trigonometric ratios, complementary angles, height, distance, simple problems കേട്ടോ, simple problems ആണ്. പിന്നെ statistics and probability, use of tables and graphs, histogram, frequency, polygon, bar diagram, pie chart, measure of central tendency, mean, median, mode, standard deviation, calculation of simple probabilities. ഇതാണ് മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്. ഇനി ജനറൽ റീസണിംഗ് ആൻഡ് ജനറൽ ഇന്റലിജൻസ്, പേപ്പർ 1 ഓഫ് ടയർ 2 മൊഡ്യൂൾ 2 സെക്ഷൻ 1. സെക്ഷൻ 1 പേപ്പർ 1 റീസണിംഗ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് ആണ്. ടയർ 2 പറയുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് വിൽ ഇൻക്ലൂഡ് വെർബൽ ആൻഡ് നോൺ വെർബൽ ടൈപ്സ്. അത് കൃത്യം പറയുന്നുണ്ട്. എന്താണ്? വെർബൽ ആൻഡ് നോൺ വെർബൽ ടൈപ്സ് ഇടാറുണ്ട്. എന്താണ്? എന്തൊക്കെയാണ്? സെമാറ്റിക് അനലോഗി, എന്താണ്? സിംബോളിക് ഓപ്പറേഷൻസ്, സിംബോളിക് ആൻഡ് ന്യൂമറൽ നമ്പർ അനലോഗി, ട്രെൻഡ്സ്, ഫിഗറൽ അനലോഗി, സ്പേസ് ഓറിയന്റേഷൻ ആൻഡ് സെമാറ്റിക് ക്ലാസിഫിക്കേഷൻ, വെൻ ഡയഗ്രാംസ്, symbolic and numeral number classification, drawing inferences, figural classification. അടുത്തത് punched hole, pattern folding and unfolding, semantic series, figural pattern folding and compilation, number series, embedded figures, figural series, critical thinking, problem solving, emotional intelligence, word building, social intelligence, coding and decoding, numerical operations. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ഫോർ മൊഡ്യൂൾ 1 ഓഫ് സെക്ഷൻ 2 പേപ്പർ 1 ടയർ 2 spot the error, fill in the blanks, synonyms, antonyms, spelling, detection and misspelled words, idioms and phrases, one word substitution, improvement of sentences, active and passive voice of verbs, conversion into direct and indirect narration, shuffling of sentence parts, shuffling of sentence in passage, glossary passage, comprehension passage. Okay, next module 2 section 2 paper 1 general awareness. ഇതാണ് മാറ്റം. ഇപ്പൊ ഇംഗ്ലീഷ് എല്ലാ മാറ്റം, ജനറൽ അവയർനെസ് ആണ് മാറ്റം. ടയർ 2 വന്ന മാറ്റം, പാറ്റേൺ ചേഞ്ച്. ഇവിടെ മുതലാണ് കഥ തുടങ്ങുന്നത്. പാറ്റേൺ ചേഞ്ച് അല്ലേ? ഇതാണ് പാറ്റേൺ ചേഞ്ച് എന്ന് പറയുന്നത്. ടയർ 2 മറക്കരുത്. ടയർ 2 കേട്ടോ. അടുത്തത് India and its neighboring countries, especially pertaining to history, culture, geography, economic sense, general policy, scientific research, general science, current affairs, books and authors, sports, important schemes, important days, portfolios of ministers and all, chief ministers of states and people in news, death, awards, recognitions, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അടുത്തത് മൊഡ്യൂൾ 1 സെക്ഷൻ 3 ഓഫ് പേപ്പർ 1. ഇതും മാറ്റമാണ്. ഇതുവരെ ഇല്ലാതിരുന്ന ടയർ 2 ഇല്ലാതിരുന്ന ഒരു സെക്ഷനാണ് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി. മാത്സും ക്വാണ്ടും കാരണം ഇതുവരെ ടയർ 2 പാസ്സായി മുമ്പോട്ട് പോകാൻ പറ്റാത്തവർക്ക് നല്ലൊരു അവസരമാണിത്. എന്തൊക്കെയുള്ള? കമ്പ്യൂട്ടർ ബേസിക്സ്, ഓർഗനൈസേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, കമ്പ്യൂട്ടർ മെമ്മറി ഓർഗനൈസേഷൻ, ബാക്കപ്പ് ഡിവൈസസ്, പോർട്ട്, വിൻഡോസ് എക്സ്പ്ലോറർ, കീബോർഡ് ഷോർട്ട്കട്ട്സ്. ഇൻ സോഫ്റ്റ്വെയർ, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡിംഗ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, Microsoft Office like MS Word, MS Excel, PowerPoint, etc. Working with internet and emails, web browsing, searching, downloading, uploading, managing an email account, e-banking. Next, basics of networking and cyber security, networking devices and protocols, network and information security, threats like hacking, virus, worms, Trojan, and preventive measures.
സൈബർ എത്തിക്സും സൈബർ സെക്യൂരിറ്റി സൈബർ ക്രൈംസ് ഒക്കെയാണ് കേട്ടോ. അടുത്ത ടയർ 2 സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ. ടയർ 2 പേപ്പർ 2 ഇത്രയും നേരം നമ്മൾ പറഞ്ഞ പേപ്പർ 1 ആണ്. ഇനി പേപ്പർ 2 സ്പെഷ്യൽ ആണ്. സ്പെഷ്യൽ പേപ്പർ ഫോർ എന്താണ് JSO പോസ്റ്റിനാണ് കേട്ടോ. JSA പോസ്റ്റിന് വേണ്ടിയാണുള്ളത്. ടയർ 2 പേപ്പർ 2 collection, classification and presentation of statistical data, primary and secondary data, method of data collection, tabulation of data, graphs and charts, frequency distributions, diagrammatic presentation of frequency distributions, measures of central tendency, common measures of central tendency, mean and median, mode, partition values, quartiles, deciles and percentiles, measure of dispersion, common measures of dispersion, range, quartile deviations, mean deviation, standard deviation, measures of relative dispersion, moments, skewness, kurtosis, different types of moments and their relationship, meaning of skewness and kurtosis, different measures of skewness and kurtosis. Okay, ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ. ഇനി കൂടുതൽ മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് correlation and regression, scatter diagram, simple correlation coefficient, simple regression lines, Spearman's rank correlation, measures of association of attributes, multiple regression, multiple and partial correlation for 3 variables only, probability theory, meaning of probability, different definitions of probability, conditional probability, compound probability, independent events, Bayes' theorem, random variable probability distributions, random variable probability functions, expectations and variance of a random variable, higher moments of a random variable, binomial, Poisson, normal, exponential distributions, joint distribution of 2 random variables, discrete, sampling theory, concept of population and sample, parameter and statistics, sampling and non-sampling errors, probability and non-probability sampling techniques, sampling, stratified sampling, multi-stage sampling, multi-phase sampling, cluster sampling, systematic sampling, purposive sampling, convenience sampling, quota sampling, sampling distribution statement only, sampling site decisions, statistical interference, point estimation, interval estimation, properties of good estimator, methods of estimation, moments of method, maximum likelihood method, least square method, testing of hypothesis, basic concept of testing, small sample and large sample test, test based Z, chi-square, F-static, confidence intervals. Okay. Analysis of variance. This is JSO post analysis of one-way classified data, two-way classified data, time series analysis, components of time series, determination of trend component by different methods, measurement of seasonal variation by different methods, index numbers, meaning of index numbers, problems in construction of index numbers, types of an index number, different formulae, base shifting, spicing of index numbers, cost of living index numbers, use of index numbers. എല്ലാവരും കണ്ണൊക്കെ തള്ളിയിരിപ്പുണ്ട്. ഇത് ബേസിക്കലി എന്താണ് JSO പോസ്റ്റിന് വേണ്ടി മാത്രം. എല്ലാവർക്കും ഇത് എഴുതേണ്ട കാര്യമില്ല കേട്ടോ. എല്ലാവർക്കും ഇത് എഴുതേണ്ട കാര്യമില്ല. ഓക്കെ ഓക്കെ അടുത്തത് ടയർ 2 പേപ്പർ 4 ജനറൽ സ്റ്റഡീസ് ഫൈനാൻസ് ആൻഡ് ഇക്കണോമിക്സ്. അഖിലെ ചോദിച്ച കാര്യത്തിന് മറുപടിയാണ്. പാർട്ട് എയില് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് 80 മാർക്കിനാണ്. ഓക്കെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. അതിന്റെ ഫസ്റ്റ് പാർട്ട് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, നാച്ചർ ആൻഡ് സ്കോപ്പ്, ലിമിറ്റേഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, basic concepts, conventions and generally accepted accounting principles. Second unit subsection basic concepts of accounting, single and double entry, books of original entry, bank reconciliation, journal, ledgers, trial balance, rectification of errors, manufacturing, trading, profit and loss, appropriation of accounts, balance sheet distinction between capital and revenue expenditure, depreciation accounting, valuation of inventories, non-profit organization accounts, receipts and payments, income and expenditure accounts, bills of exchange, self-balancing ledgers. Next, part B, economics and governance, 120 marks. Controller and Auditor General of India, constitutional provisions, role and responsibility. Third is Finance Commission, role and functions. Next is basic components of economics and introduction to microeconomics. Definition, scope, nature of economics, methods of economic study, central problems of an economy, production possibilities curve. Next, theory of demand and supply, meaning of determinants of demand, law of demand and elasticity of demand, price, income, cross elasticity, theory of consumer behavior, Marshallian approach, difference curve approach, meaning and determinants of supply, law of supply and elasticity of supply, theory of production and cost, meaning and factor of production of loss of production, law of variable proportions and law of return of scale,
Forum of marketplace and price determination in different markets, various forms of market, perfect competition, monopoly, monopolistic competition, oligopoly, price determination in these markets. ഇതെല്ലാം ഏത് പോസ്റ്റിനാണ്? ഇക്കണോമിക്സ് എല്ലാം ജൂനിയർ ഓഡിറ്റർ, അസിസ്റ്റന്റ് ഓഡിറ്റർ പോസ്റ്റിലേക്കുള്ള മാത്രമാണ്. ഇനി ഇന്ത്യൻ ഇക്കോണമി, nature of Indian economy, role and different sectors, role of agriculture, industry, service and their problems and growth, national income of India, concept of national income, different methods of measuring national income, population, its size, rate of growth, its indication of economic growth, poverty and unemployment, absolute and relative poverty, types, causes and incidence of unemployment, infrastructure of energy, transportation, communication, economic reforms in India, economic reforms since 1991, LPG and disinvestment. Next, money and banking, monetary and fiscal policy, role of functions of Reserve Bank of India, functions of central bank, rural regional banks, payment banks, budget and fiscal deficit and balance of payments, fiscal responsibility and budget management act, that is FRBAM Act 2003 and its amendments, role of ICT in governance, information and communication technology in governance. ഇത് വരുന്ന എവിടെയാണ്? നമ്മുടെ ഓഡിറ്റർ പോസ്റ്റിലേക്കാണ്. എല്ലാവർക്കും ഇതില്ല. ഓക്കെ, റിമൈൻഡർ എനിക്ക് പറയാനുള്ള ഓർക്കേണ്ട കാര്യങ്ങൾ. Okay, questions in module 1 section 1 of mathematical ability will be matriculation level. Paper 1 tier 1 10th level വരെയുള്ള മാത്സ് ആയിരിക്കും. module 1 section 2 ഇംഗ്ലീഷ് +2 ലെവലിലായിരിക്കും. പേപ്പർ 2 3 ഗ്രാജുവേഷൻ ലെവലിലായിരിക്കും കേട്ടോ. ഗ്രാജുവേഷൻ ലെവലിലായിരിക്കും ഇംഗ്ലീഷും മാത്സും, മറക്കരുത്. പിന്നെ SSC ടയർ 1 ടയർ 2 മാത്രമേ ഉള്ളൂ. ടയർ 3 ടയർ 4 ഇനി മുതലില്ല. ഇത് നിങ്ങൾ ഓർക്കണം. ഇറ്റ്സ് എ റിമൈൻഡർ ഫോർ യു. നിങ്ങൾക്കുള്ള റിമൈൻഡർ ആണ്. ടയർ 2 ടയർ 3 ടയർ 4 ഇനി മുതലില്ല കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു 17-ാം തീയതി മുതൽ ആപ്ലിക്കേഷൻ അയക്കാം. എക്സാം ഡിസംബറിലാണ്. ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷൻ October 8 ചലാൻ ഓഫ്ലൈൻ ചലാൻ October 8 എടുത്ത് തുടങ്ങാം. 10-നുള്ളിൽ ഫീസ് അടച്ചിരിക്കണം. ലാസ്റ്റ് വിൻഡോ കറക്ഷൻ 13-14 തീയതി ഉണ്ട്. 12-13 തീയതി നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് OBCക്കും ജനറലിനും 100 രൂപയാണ്. SC ST എക്സ് സർവീസ്മാൻ ഫീമെയിൽ എക്സംഷൻ ഉണ്ട്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. അസിസ്റ്റന്റ് ഓഡിറ്ററിന് എന്താണ് ഇക്കണോമിക്സ് ഡിഗ്രി വേണം. ഇൻവെസ്റ്റിഗേറ്റ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പോസ്റ്റിന് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പർ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ 12th ഡിഗ്രിയോടൊപ്പം 12th മാക്സിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. കമ്പയർ പോസ്റ്റിനും ഡിഗ്രിയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. അതർ പോസ്റ്റ് എല്ലാം ഡിഗ്രിയാണ്. പിന്നെ പ്രായപരിധി എല്ലാത്തിനും എന്താണ് 25, 27, 30 വയസ്സ് വരെയാണ്. അതെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. റിലാക്സേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് വരുന്നത്, സെന്റേഴ്സ് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ssc.nic.in അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മൊഡ്യൂൾ 1 അഡ്വാൻസ് മാത്സ് ഉണ്ട്. പക്ഷേ ഒരു മെട്രിക്കുലേഷൻ ലെവലാണ്. പേപ്പർ 2 വരുമ്പോഴാണ് കേട്ടോ എക്കണോമിക്സ് തുടങ്ങണം. നന്നായിട്ട് പഠിച്ചു തുടങ്ങിയ എക്കണോമിക്സ് കിട്ടും. 12th NCERT ബുക്ക് മാത്രം പഠിച്ചാൽ മതി. അതിന്റെ സിലബസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് മൊത്തം കേട്ടോ. പിന്നെ ദേവസ്വം ബോർഡിനെ കുറിച്ചും ഗുരുവായൂർ ബാറ്റ്സ്മാനെ കുറിച്ചും എനിക്കൊന്നും അറിയില്ല, നല്ലവനായ ഉണ്ണി. കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. അത് നിങ്ങൾ സജിത മാമിനോടോ അരുൺ സാറിനോ ഇല്ല അമൽ സാറിനോടോ ചോദിച്ചാൽ മതി. അവർക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയാം കേട്ടോ. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു കോഴ്സ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഒരു കോഴ്സ് പരിചയപ്പെടുത്തി തരാം. ജസ്റ്റ് നിങ്ങൾ നോക്കുക, ആരും പോകരുത്. സിസ്റ്റമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു കോഴ്സ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മുടെ സ്വന്തം കോഴ്സ് വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിൽ നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളാം നമ്മുടെ കോഴ്സ്. ഓക്കെ, കണ്ടോളാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൂഗിളിൽ ജസ്റ്റ് അഡ 24/7 ഒന്ന് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് സെർച്ച് ചെയ്യുന്നതിൽ അഡ 24/7 വരും. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ കോഴ്സസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാം. എല്ലാ കോഴ്സുകളും നമ്മുടെ എല്ലാ കോഴ്സുകളും കാണിക്കുന്ന ഒരു സെക്ഷനാണ്. അത് നോക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എക്സാംസ് എന്ന് പറഞ്ഞൊരു പോർഷൻ വരും. സ്റ്റേറ്റ് എക്സാംസിൽ എന്ത് ചെയ്യണം, നിങ്ങൾ മെല്ലെ ഇവിടെ വന്നിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ ഇതാ കേരളം കാണും. കേരളത്തിൽ നേരെ വരിക. FCI ഉണ്ട്, കേരള ദേവസ്വം ബോർഡ്, SSC ഉണ്ട്, KPSC ഉണ്ട്, SE ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൽ SSC ക്ലിക്ക് ചെയ്യുക. SSC ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ ഇവിടെ കുറേ പ്രൊഡക്ട്സും കുറേ ടെസ്റ്റ് സീരീസും കുറേ കോഴ്സുകളൊക്കെ കാണാം. അതൊക്കെ നിങ്ങൾക്ക് താഴത്തേക്ക് വഴിയാൽ എല്ലാത്തിനും കാണാം കേട്ടോ. അതിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം. CGL ഒരു കോഴ്സ് വന്നിട്ടുണ്ട്, എടുക്കുക. കോഴ്സ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണാം. എന്ന് തുടങ്ങും, എത്ര മണിക്കൂർ സിലബസ്, ഡെയിലി 3 to 10 വരെ, അതായത് 3 to 4:30, 8:30 to 10 അല്ലേ, 2 ക്ലാസ്സുകൾ, 200 മണിക്കൂറിലധികമുള്ള ക്ലാസ്സുകൾ, എല്ലാ അധ്യാപകരും ഉണ്ട്, കൃത്യമായിട്ട് ക്ലാസ്സുകളുണ്ടാവും. ഇതിന്റെ പ്രൈസ് വരുന്നത് 2699 രൂപയാണ്. ഇനി വ്യൂ ഓഫേഴ്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു 17% ഓഫർ ഉണ്ട്. 17% ഓഫർ CGL അപ്ലൈ എന്താണ് നിങ്ങൾക്ക് എടുക്കാം. Y329 ആണ് എൻ്റെ കോഡ്, Y329 ആണ് എൻ്റെ കോഡ്. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 17% ഓഫർ കിട്ടും. 2240 രൂപയ്ക്ക് കോഴ്സ് കിട്ടും. 458 രൂപ കുറഞ്ഞിട്ടും നിങ്ങൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് പേര് വരും. ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ഐഡിയും കൊടുക്കുക. അതുകൊണ്ട് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റും കേട്ടോ. പേയ്മെന്റ് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്താണ്
ഇത് കഴിഞ്ഞിട്ട് കോഴ്സ് എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ആപ്പിലാണെങ്കിലും വെബ്സൈറ്റിലാണ് ഇതാ ഇവിടെ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ പോവുക, മൈ ലൈവ് ക്ലാസ്സസ് നോക്കുക, മൈ പർച്ചേസ്ഡ് കോഴ്സസ് നോക്കുക, അവിടെ ഉണ്ടാവും. ലൈവ് ക്ലാസ്സസിൽ ലൈവ് ക്ലാസ് കാണാം. വീഡിയോ കാണാൻ പറ്റിയില്ലേ റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ട് കാണാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് കേട്ടോ. കോഡ് Y329 ആണ്. വ്യൂ ഓഫറിൽ കൊടുക്കുക. വ്യൂ ഓഫറിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ കാണുന്നത് ഇവിടെ കിടക്കുന്നുണ്ടോ? വ്യൂ ഓഫറിൽ ഞാൻ എന്താണ് എൻ്റെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്യൂ ഓഫറിൽ കൊടുത്താൽ മതി. ഇവിടെ കോഡ് Y329 റിമൂവ് ചെയ്താൽ പഴയ പ്രൈസ് ആവും. Y329 എന്താണ് ഇവിടെ കൊടുത്തിട്ട് എന്താണ് അപ്ലൈ ചെയ്തതിൻ്റെ നിങ്ങൾക്ക് ആ 17% ഓഫർ കിട്ടും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എത്ര 458 രൂപ കുറഞ്ഞു കിട്ടും. എല്ലാവരും കോഴ്സ് പർച്ചേസ് ചെയ്ത് നന്നായിട്ട് പഠിക്കാൻ നോക്കാം കേട്ടോ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് തിരിച്ചു പോവാം. അപ്പം ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കിയുള്ള ഇനി അപ്ലൈ ചെയ്തുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നടക്കട്ടെ. ഇത് നമ്മുടെ FCAയുടെ കോഴ്സാണ്. എന്താണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതാണ് FCA. എന്നെ അറിയാവുന്നവർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2000 രൂപയ്ക്ക് കിട്ടും. ഇവിടെയും 2200 രൂപയ്ക്കാണ് കിട്ടുന്നത് കേട്ടോ. 2 ബാച്ച് ഉണ്ട്. രണ്ടും ഒരേപോലെ പഠിക്കാൻ പറ്റുന്നതാണ്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. കൃത്യമായ ക്ലാസ്സുകളുണ്ടാവും. ഇത് കേന്ദ്ര സർക്കാർ എക്സാമുകളുടെ ഒരു മികച്ച ഒരു സുവർണ്ണ കാലഘട്ടമാണ്. ഈ സമയം നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുകയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വിജയം ഉണ്ടാവും. ഞാൻ വെറുതെ വാക്ക് പറയുമോ നിങ്ങൾ കോഴ്സ് എടുക്കാൻ വേണ്ടി വലിയ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. 20,000 ഒഴിവ് ഈ അടുത്ത കാലത്ത് എവിടെയും SSCക്ക് വന്നിട്ടില്ല. ഇത് മികച്ച ഒരു അവസരമാണ്. ടയർ 2 മാറി കടുത്ത മാത്സും കടുത്ത ഇംഗ്ലീഷും അല്ല, ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. GS വന്നു, കമ്പ്യൂട്ടർ അവയർനെസ് വന്നു. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക. കോഡ് ഉപയോഗിച്ച് ഓഫർ അവൈൽ ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം. ഒരു ലൈക്ക്, സ്നേഹം, അത്ര തന്നെ. നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യുക. അവരും കൂടി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. വ്യക്തമായ സിലബസ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം, എന്നോട് അറിയിക്കാം. ഞാൻ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ഷോ വേണമെങ്കിൽ, ഏതെങ്കിലും സ്പെഷ്യൽ സിലബസിനെ കുറിച്ചോ സ്പെഷ്യൽ എക്സാമിനെ കുറിച്ചോ സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചോ എന്തെങ്കിലും ഇവന്റ്സിനെ കുറിച്ചോ ക്ലാസ്സുകൾ വേണമെങ്കിൽ ചോദിക്കാം. അത് ജനറിക് ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. ലൈവിന് ശേഷം കമന്റിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സന്തോഷം, സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവാം. നമ്മളെപ്പോഴും ഒരേപോലെ പോകാം, ഒരു ഫാമിലി ആയിട്ട് പോവാം. നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞാലും നിങ്ങളുടെ കൂടെ നമ്മളുണ്ടാവും. എല്ലാ എക്സാമും നമ്മൾ സഹായിക്കുന്നതായിരിക്കും. ഇത് വെറും വാക്കല്ല, എപ്പോഴും കൂടെ ഉണ്ടാവും. നമ്മുടെ വാക്കാണ്, മാറില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എനി ഡൗട്ട്സ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളുണ്ടോ? താങ്ക് യു സോ മച്ച് ദിവ്യ. ഒരേ സമയം 2 പേർക്ക് ഈ അക്കൗണ്ട് ഉപയോഗിക്കും. ഒന്ന് ലാപ്ടോപ്പിലും ഒന്ന് മൊബൈലും വേണം അക്കൗണ്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കത് പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഏതിലും ഒന്നും ലോഗൗട്ടായി പോകുമെന്നാണ് എൻ്റെ ഒരു സംശയം കേട്ടോ. ഇനി എല്ലാ കോഴ്സും കൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട മഹാപാക്ക് ഉണ്ട് കേട്ടോ. എല്ലാ കോഴ്സും കൂടെ പർച്ചേസ് ചെയ്യാൻ ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ മഹാപാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. നല്ലൊരു രാത്രി ആശംസിക്കുന്നു. ശുഭരാത്രി, ശുഭനിദ്ര. നാളെ കാണാം. ടേക്ക് കെയർ, ബൈ.